ലോകത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു ചെറിയ ദ്വീപാണ് ഈ പോവഗ്ലിയ എന്നറിയപ്പെടുന്ന ദ്വീപ്. ഈ ദ്വീപ് ഇറ്റലിയിലെ വെനീഷ്യൻ കായലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപാണ്. ഈ ദ്വീപിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു കാലത്ത് വെനീസിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക വാണിജ്യ കേന്ദ്രമായിരുന്നു ഈ ദ്വീപ്. പക്ഷെ പിന്നീട് ഇറ്റലിയിലെ പ്രാദേശിക ഭരണാധികാരികളുടെ പരസ്പരമുള്ള പോരാട്ടം കാരണം ആ ദ്വീപ് വിജനമായപ്പോൾ ആ സമയത്താണ് ഇറ്റലിയിൽ പ്രത്യേകമായ ഒരു പകർച്ചവ്യാധി വരുന്നത്. ആ പകർച്ചവ്യാധി ബൂബോണിക് പ്ലേഗ് എന്നറിയപ്പെടുന്ന ഒരു തരം പകർച്ചവ്യാധി. ആ പകർച്ചവ്യാധി വന്നപ്പോൾ അത് പിടിപെട്ട ആളുകളെ ക്വാറന്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രമാക്കി ഈ ദ്വീപിനെ അന്നത്തെ ഇറ്റലി സർക്കാർ മാറ്റി. ഇപ്പൊ ആ ദ്വീപിൽ ആളുകളില്ല. ഇപ്പോ അവിടെ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോവാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ പറയപ്പെടുന്ന ഈ പകർച്ചവ്യാധി പിടിപ്പെട്ട ആളുകൾക്ക് കൃത്യമായ ചികിത്സയും മരുന്നും കിട്ടാതെ വന്നപ്പോൾ ഏതാണ്ട് 1.5 ലക്ഷത്തോളം രോഗികൾ മരിച്ചു. അവിടെ മരിച്ച രോഗികളെ എന്ത് ചെയ്തു? അവരുടെ ശരീരം കത്തിച്ചു. ആ കത്തിച്ച കൂട്ടത്തിൽ അധികവും മരണപ്പെട്ടവരായിരുന്നില്ല, അബോധാവസ്ഥയിൽ കിടക്കുന്ന രോഗികളായിരുന്നു. അബോധാവസ്ഥയിൽ കിടക്കുന്ന രോഗികളെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ 1.5 ലക്ഷത്തോളം ആളുകളെ കത്തിച്ചു. കത്തിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്നുയർന്ന ആ പ്രത്യേകമായ ദുർഗന്ധവും അവരുടെ ദീനരോധനവും തദ്ദേശീയരായ ആളുകളെ ഭയപ്പെടുത്തിയെന്നാൽ അവസാനം ഈ ഓർമ്മയിൽ കഴിഞ്ഞിരുന്ന ആളുകൾ വിചാരിച്ചു ഈ നാട് പ്രേതബാധയുള്ള നാടാണ്, അതുകൊണ്ട് ഇവിടെ താമസിക്കുന്നത് ശരിയല്ല. ഏത് നാടാണെന്ന് ഓർക്കണം, ഒരു കാലത്ത് വെനീസിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമായിരുന്ന, സമൃദ്ധി ഉണ്ടായിരുന്ന ഒരു ദ്വീപ്, ആ ദ്വീപ് പിന്നീട് പ്രേതബാധയുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനോടൊപ്പം ചില ഇല്ലാത്ത കഥകളും കെട്ടിച്ചമച്ചുണ്ടാക്കി ആ നാട്ടിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്തു? പുറത്തുപോയി. ഇപ്പോഴും ആ ദ്വീപ് ശൂന്യമാണ്, അവിടെ താമസിക്കാൻ ആരുമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ഈ ചെറുദ്വീപ് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഒരു കൂട്ടം ആളുകളുടെ മനസ്സിലേക്ക് ഭയമിട്ട് കൊടുത്താൽ, അവരുടെ നിർഭയത്വം ഇല്ലാതാക്കി കളഞ്ഞാൽ ആ നാട്ടിൽ നിന്ന് അവർ പൊക്കോളും. അത് എത്ര വലിയ നാടാണെങ്കിലും ഏത് പ്രദേശമാണെങ്കിലും. അങ്ങനെ ഓരോ നാടുകളിൽ നിന്ന് ആളുകൾ പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്തു പറ്റും? ഒരിക്കലും ആ സമൂഹം അല്ലെങ്കിൽ ആ രാജ്യം പുരോഗതിയിലേക്ക് പോവുകയില്ല, അധോഗതിയിലേക്ക് പോകും. അപ്പൊ നിർഭയത്വം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൽ ഒരു രീതിയിലുമുള്ള വളർച്ച ഉണ്ടാവുകയില്ല എന്ന് ഈ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചരിത്രകാരന്മാർ എഴുതിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു തആല നൽകിയ